സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാ പ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങുകയാണ്. മാർച്ച് 20 മുതൽ നിരാഹാരം തുടങ്ങുകയാണ് എന്ന് സമരസമിതി അറിയിച്ചു. കെ സ്റ്റെഫിൻ ഉണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഈ സമരത്തിന് വലിയ ഊർജ്ജം കൈവന്ന ദിവസം കൂടിയാണെന്ന്. സമരം പൊളിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ സമരത്തിന് കൂടുതൽ ഊർജ്ജം കൈവരിക. അതെന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ നമ്മൾ കണ്ടതുമാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിക്കുമ്പോൾ സർക്കാരിന് ഇടപെടാതെ മാറി നിൽക്കാൻ കഴിയുമോ? രതീഷ്, ആദ്യം മുതൽ തന്നെ ശക്തമായ സമരമാണ് ആശാപ്രവർത്തകർ നടക്കുന്നതെങ്കിലും അതിനെല്ലാം തന്നെ അടിച്ചമർത്തി മുന്നോട്ട് പോകാൻ ഉള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് ഇവർ റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക്, ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ നീങ്ങുമ്പോഴും ഇവരെ കുഴയ്ക്കുന്നതിന് വേണ്ടി ഒരു ട്രെയിനിങ് ഒക്കെ ഏർപ്പെടുത്തിയ സ്ഥിതി നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, നിരാഹാര സമരം തന്നെ തുടരും എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും രതീഷിനെ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള സമരത്തിലേക്ക് മാറുന്നു. കാരണം MG റോഡ് ഇത്രയധികം നേരം ഉപരോധിച്ചു കൊണ്ടുള്ളൊരു സമരം നമ്മൾ ഇതിന് സമീപത്തൊന്നും സമീപകാലത്ത് കണ്ടിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിൽ പോലും അത്തരത്തിലുള്ള കാഴ്ചകൾ ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമെങ്കിൽ ഇതിപ്പോൾ രാവിലെ മുതൽ തന്നെ അവർ തുടങ്ങിയ റോഡ് ഉപരോധമാണ്. സർക്കാർ ഏതായാലും പോലീസും സർക്കാരും എല്ലാം ഈ വാഹന ഗതാഗതമൊക്കെ നിയന്ത്രിച്ചു വിടുന്നു. അതായത് തമ്പാനൂരിൽ നിന്ന് വരുന്ന വാഹനം പുളിമൂട് നിന്ന് തിരിച്ചുവിടുന്നു. അതോടൊപ്പം തന്നെ പാളയത്ത് നിന്നാണ് മറ്റ് പട്ടത്ത് നിന്നുള്ള വാഹനങ്ങളൊക്കെ തിരിച്ചുവിടുന്നത്. അങ്ങനെ സർക്കാർ ഇവരുടെ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ MG റോഡ് ഉപരോധം തുടങ്ങി ഇത്രയധികം നേരമായിട്ടും ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഒന്നും തന്നെ തയ്യാറാകുന്നില്ല. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. ദേഹാസ്വാസ്ഥ്യം ഉള്ള ഒരു ആശാപ്രവർത്തകയെ മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. അത്രയധികം രൂക്ഷമായ രീതിയിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറുന്നു എന്നതിനാണ് ഉദാഹരണം. അവരുടെ വസ്ത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, വേർത്ത് കുളിച്ചിരിക്കുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട്. കാരണം ഈ സ്ത്രീകളെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ ഈ റോഡിൽ കുത്തിയിരിക്കുകയാണ്. ആ റോഡിൻ്റെ ചൂട്, ഒപ്പം തന്നെ അന്തരീക്ഷത്തിൻ്റെ ആ ചൂട്, അതെല്ലാം ഒരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഊണും അല്ലെങ്കിൽ വെള്ളവും ഒന്നും ഇല്ലാത്തുള്ള ഈ ഒരു സമരവും നടത്തുന്നത്. വലിയൊരു ദുരിതത്തിലാണ് അവരെല്ലാം തന്നെ. അത്രയധികം ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് അവരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് വേണ്ടുന്ന വൈദ്യ ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമം മറ്റ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതായാലും ആ റോഡിൻ്റെ ചൂടും അതോടൊപ്പം അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൻ്റെ ചൂടും ഈ കാലാവസ്ഥയും ഒക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളിലും വലിയൊരു തീ അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. 36-ാം ദിവസത്തിൽ ആ സമരം എത്തി നിൽക്കുകയാണ്. ഇതുപോലെയുള്ള കാഴ്ചകൾ ഇതിനു മുമ്പ് നമ്മൾ പലതവണ കണ്ടതാണ്. ഇത്തരത്തിൽ ഈ ഒരുപാട് ദുരിതത്തിൽ ഓരോ സ്ത്രീകളുടെ ദുരിതങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ എങ്കിലും അതൊന്നും ഇങ്ങനെ ഓരോ രാവിലെ തൊട്ട് സമരം ചെയ്യുന്നു. ഇപ്പോൾ ഒരു കൂടെ ജോലി ചെയ്യുന്നൊരു സഹപ്രവർത്തകയ്ക്ക് വയ്യാതായിരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാൻ സർക്കാർ അധികാരികളോട് എന്ന് ചോദിച്ചാൽ മതി. അവർ കണ്ണോടച്ചിരിക്കുമല്ലേ. ഈ 36 ദിവസമായിട്ട് സ്ത്രീകൾ ഇവിടെ കിടന്ന് സമരം ചെയ്തിട്ട് ഇന്നലെയാണല്ലോ അഭിപ്രായം പറഞ്ഞത്. എന്നിട്ട് എന്താ പറഞ്ഞത്? സമരം ചെയ്താലൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. സമരം ചെയ്ത് വളർന്നു വന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി ഇരുന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. തളർന്നു വീഴുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യും ഇങ്ങനെയുള്ള ഭരണാധികാരികളുള്ളടത്ത്. ഈ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പിൻവലിച്ച ഒരു സമരത്തിന്റെ നേട്ടമായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ നേട്ടമാണ്. ഇനി എങ്ങനെയാണ് തുടർന്ന്? ഇനി ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ 20-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം, രാപ്പകൽ സമരവും തുടരും. രാപ്പകൽ സമരം 36 ദിവസമായി അവർ തുടർന്ന് വരുന്ന രാപ്പകൽ സമരം തുടരും. ഒപ്പം തന്നെ ആ ഒരു നിരാഹാര സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഒപ്പം തന്നെ ആ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കൈവയ്യാത്ത ആളുകളുണ്ട്, വിയർത്ത് കുളിച്ച് റോഡിൽ ഇരിക്കുന്ന അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, സഹോദരിമാരുണ്ട്. പക്ഷേ രാവിലെയൊക്കെ വലിയ തരത്തിലുള്ളൊരു തിരക്കുണ്ടായിരുന്നു. ഇപ്പോഴും അതൊന്നും തന്നെ മാറിയിട്ടില്ല എന്നുള്ളതാണ്. എന്തോ പറ്റിയതാ? കൈ എന്നാ പറ്റിയതാ? കയ്യിൽ തേങ്ങ വീണതാ. ലെപ്രസി സർവേയുടെ സമയത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഫെബ്രുവരി 2-ാം തീയതി ആയിരുന്നു. ജനുവരി 28 മുതൽ തുടങ്ങിയ സർവേയാണ്. അപ്പോഴ് ആ സമയത്ത് നല്ല ക്ഷീണം, രാത്രിയായപ്പോൾ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായി. അങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി പുറത്ത് തെങ്ങിന്റെ ചോട്ടിൽ ചെന്ന് നിന്നപ്പം കരിങ്കല്ലും തേങ്ങയും കയ്യിൽ ജാമായതാണ്. കരിങ്കല്ല് കെട്ടിയ റൗണ്ടായിരുന്നു, തെങ്ങിന്റെ ചോടായിരുന്നു. അപ്പൊ തേങ്ങ വീണപ്പം പൊട്ടലുണ്ടായി. എന്നാലും സമരത്തിൽ നിന്നൊന്നും പിന്നോട്ടില്ല, ഒരിക്കലും ഇല്ല. ഞങ്ങളിൽ ഒന്നിനെ ബലി കൊടുത്തിട്ടായാലും ഈ ഇതിനെ കണ്ണ് തുറപ്പിക്കും. കാരണം എന്തെന്നാൽ തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ് അമർന്നിരുന്ന് ഭരിക്കുന്ന സർക്കാരിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്താണ് അടിച്ചു കഴിഞ്ഞു പിണറായി സർക്കാർ. ഇനി ഈ അധ്വാനിക്കുന്ന ജനത്തിന്റെ പേരിൽ ഈ രാഷ്ട്രീയം വളർന്നു വരില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നതാണ്. കാരണം മുച്ചൂട് നശിപ്പിച്ചു കഴിഞ്ഞു ആ പ്രസ്ഥാനത്തെ. ഇതിലപ്പുറം ഇനി എന്താണ്
പിന്നെ കോവിഡ് സമയത്ത് ഞങ്ങൾ എല്ലാവരും വേണമായിരുന്നു. കോവിഡ് പോരാളികളായിരുന്നു, കേരളത്തെ നമ്പർ 1 എത്തിച്ചു. പക്ഷേ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വന്നപ്പോൾ കണ്ണു തുറക്കാനും ചെവി കേൾക്കാനും നാവ് തുറക്കാനും വയ്യാത്ത അന്ധരും മൂകരും ബധിരരുമായ അവസ്ഥയിലിരിക്കുന്നു. ഇത്രയും 36 ദിവസം ഈ സ്ത്രീകളെ തെരുവീതിയിൽ ഉറക്കിയപ്പോൾ ഈ അന്ധന്മാർക്ക് മനസാക്ഷി എന്ന് പറയുന്നത് ഒന്നെന്നില്ല. അതാണ് പറഞ്ഞത്, തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ് അമർന്നിരിക്കുന്ന ഇവർ ആ വർഗത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാം ഊഴമെന്ന് പറഞ്ഞിരിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. പൊതുജനങ്ങൾ ചൂലുകൊണ്ടടിക്കും. കാരണം ചൂലുകളെന്നും കൃമികീടങ്ങളെന്നും പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിച്ചു. ഈ കൃമികീടങ്ങളെ ചെറുത്തു നിർത്തുന്നതിന് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഈ ബാരിക്കേഡുകളുമായി പോലീസ് സന്നാഹത്തെ ഇറക്കിയത് എന്തിന്? പേടിച്ചിട്ട് തന്നെയല്ലേ? പേടി തന്നെയാണ്. അവരൊന്ന് തല കുനിക്കാൻ മനസ്സില്ല. ഇതിലെന്താണ് തല കുനിക്കുന്ന? ഞങ്ങളുടെ അവകാശങ്ങൾ അവര് അധികാരത്തിൽ കയറിയപ്പോൾ അവർ പറഞ്ഞതാണ് 21,000 രൂപ അടിസ്ഥാന ശമ്പളമായി വേതനമാക്കി തരാമെന്ന്. ഞങ്ങൾ അതല്ലേ ചോദിച്ചുള്ളൂ. വർഷം 4 കഴിഞ്ഞില്ലേ, ഇറങ്ങിപ്പോവാൻ 4, 5 അല്ലെങ്കിൽ 8 മാസം ഉണ്ട് കൂടുതൽ. എന്തുകൊണ്ട് തന്നൂടെ? ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ല. അവർ പറഞ്ഞതാണ് തരാമെന്ന് പറഞ്ഞതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്ന തിരുവാമൊഴി ഒന്ന് തുറന്ന് എന്താണ് സ്വന്തമായ ഒരു അഭിപ്രായമില്ല. ആരെങ്കിലും എഴുതി കൊടുത്ത് പറയുന്നത് വേദിയിലിരുന്ന് വായിക്കാനല്ലേ അറിയാവൂ. ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് വേണ്ടേ? തീർച്ചയായിട്ടും അവരുടെ ഒരു രോഷപ്രകടനം ആ വാക്കുകളിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ്, രൂക്ഷമായ പ്രതികരണങ്ങളാണ് വരുന്നത്. അത്രമേൽ അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൻ്റെതായ സ്വാഭാവികമായ വൈകാരിക പ്രകടനവും ഒക്കെ അവരുടെ വാക്കുകളിൽ ഉണ്ട്. AK സ്റ്റെഫിനാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരത്തിന്റെ പുതിയ വിവരങ്ങൾ നൽകിയത്. നിരാഹാര സമരം തുടങ്ങാൻ പോവുകയാണ്.